എന്റെ ഡോങ്കി സെൻസ് പറയുന്നു എന്തോ ഒരു അപകടം ഉണ്ടെന്ന്. ചിണ്ടു ചിണ്ടു ഇങ്ങോട്ട് നോക്ക്, കുറെ എലികൾ. രക്ഷിക്കണേ വീർ, വീട് മൊത്തം എലികളാ, എന്നെ രക്ഷിക്ക്. ഇത്ര എലികൾ ഇത് എവിടുന്നാ വന്നത്? ചിണ്ടു ഇതിനൊക്കെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാൻ. വേണ്ട ചിണ്ടു, അതിനെ കൊല്ലണ്ട. ഈ എലികളെല്ലാം കഴിക്കാൻ ആഹാരം തേടി വന്നിരിക്കുകയാണ്. എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് ആക്കിയാ മതി. എന്തിനാടാ കിടന്ന് വരയ്ക്കുന്നത്? അതൊക്കെ വെറും എലികൾ മാത്രമല്ലേ? എനിക്ക് എലികളെ ഭയങ്കര പേടിയാ. ചേടാ, ഒന്നും ശരിയാവുന്നില്ലല്ലോ. എലികളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത്. പിന്നീട് സന്ദർഭം നോക്കി അറ്റാക്ക് ചെയ്യാം. ചിണ്ടു, എല്ലാ എലികളും പോയി കഴിഞ്ഞു. നീ ഇനി പേടിക്കണ്ട. എന്താ ഇത്? ഒരു ജിന്ന് പോലെ എലിയെ പേടിക്കുന്നു. ഞാൻ ജിന്നൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനൊരു ചെറിയ ചെക്കനല്ലേ, എനിക്ക് പേടി തോന്നുന്നത് സ്വാഭാവികമല്ലേ. എന്താ പറ്റിയത്? എന്താ ഇവിടെ ആകെ ഒരു ബഹളം? അപ്പൂപ്പ എന്താന്നറിയില്ല, പെട്ടെന്ന് ഇവിടേക്ക് കുറെ എലികൾ കടന്നു വന്നു. ഞാൻ അതിനെ എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് കളഞ്ഞു. ഹായ് എമിലി, നിനക്കൊരു കാര്യം അറിയോ? അത് എവിടുന്നാ വന്നേന്ന് അറിയില്ല, പക്ഷെ കുറെ എലികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. ചിണ്ടു ആ എലികളെ കണ്ട് പേടിച്ച് വരണ്ടുപോയി അറിയാമോ? അവൻ ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം ടേബിളിൽ കയറി ഇരുന്ന് പേടിച്ച് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയേറെ എലികൾ എവിടുന്നാ വന്നേ വീർ? ചിണ്ടു നീ പെട്ടെന്ന് പൂച്ചയായി മാറ്. ആ എലികളൊക്കെ നിന്നെ കണ്ട് പേടിച്ച് ഓടിപ്പോകും. അവൻ കിടന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? എലികളെ കണ്ട് പേടിച്ചോടുന്ന ആദ്യത്തെ പൂച്ച ഇവനായിരിക്കും. ഈ എലികൾ വീണ്ടും വരുന്നല്ലോ. ഇതൊന്നും ശരിക്കുള്ള എലികളല്ല, ഇത് റോബോട്ട്സ് ആണല്ലോ. ഇതെല്ലാം എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുകയാണല്ലേ. ഇതിനെല്ലാം ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാം. റോബോബോയ് സ്യൂട്ട് ഓൺ, റോബോബോയ് സ്യൂട്ട് ഓൺ. വീർ ദ റോബോ ബോയ്, ഇനി നീ എത്ര കാലം രക്ഷപ്പെട്ടോടും? എന്റെ എലികൾ നിന്നെ ഇനി വെറുതെ വിടില്ല. സാർ എന്നെ രക്ഷിക്കൂ. ഡ്രിൽ സ്യൂട്ട് ഓൺ. താങ്ക് യു റോബോ ബോയ്. നീ വരാനെന്താ ഇത്ര ലേറ്റ് ആക്കിയത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലതും സംഭവിച്ചെങ്കിലോ? താങ്ക് യു പറയുന്നതിന് പകരം നീ അവനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒരിക്കലും നന്നാവില്ലടാ. Come on, attack, attack. എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നേ? അല്ലേ എമിലി?
അതെ ചിണ്ടു, നീ വിചാരിച്ച നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നീ വിചാരിക്കുന്നില്ലല്ലോ, അതാണ് ഇപ്പൊ പ്രശ്നം. കണ്ടോ, നിനക്കിപ്പോ വിശക്കുന്നു. നീ മാജിക് ചെയ്ത് ചാട്ട് കൊണ്ടുവന്നു. ശരി, ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. ഈ ദിവസം മുഴുവൻ ഞാൻ മാജിക് പവർ ഇല്ലാതെ എല്ലാ ജോലികളും ചെയ്യും. അല്ല, ഈ ബൈക്ക് ആരുടേതാ? ബൈക്ക് കാണാൻ കൊള്ളാലോ, ഒന്ന് കേറി ഇരുന്ന് നോക്കാം. ടാർഗറ്റ് മാച്ചിങ്. നിന്റെ കഥ അവസാനിച്ചു വീർ. ചേട്ടാ, എനിക്കിതെന്താ പറ്റിയത്? എമിലി, ഇത് ബൈക്കല്ല, റോബോട്ടാണ്. ഇതിലുള്ള മാഗ്നറ്റ് കാരണം ഞാൻ കുടുങ്ങി പോയിരിക്കുകയാണ്. നിങ്ങൾ ആരും അടുത്തേക്ക് വരരുത്. ചിണ്ടു, വീറിനെ രക്ഷിക്ക്. അതൊരു ബൈക്ക് റോബോട്ടാണ്. അത് വീറിനെ പിടിച്ചോണ്ട് പോയിരിക്കുക. എത്ര പെട്ടെന്ന് മാജിക് യൂസ് ചെയ്യ്. ഇന്ന് ഞാൻ മാജിക് പവർ യൂസ് ചെയ്യാതെ തന്നെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. ഇന്ന് ഞാൻ അത് പ്രൂവ് ചെയ്യാൻ പോവാ. മാജിക് ഇല്ലാതെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. എനിക്കിന്ന് വീറിനെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ അപ്പൂപ്പനെ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. റോബോബോയ് സ്യൂട്ട് ഓൺ. വീർ, നിന്റെ ഓരോ ലേസറിനും ഈ മാഡ് ബൈക്കിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ഇത് ലേസർ പ്രൂഫാണ്. അപ്പൂപ്പ, മോനെ വീർ, കാര്യങ്ങളെല്ലാം എമിലി എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു. ഒന്നെങ്കിൽ ആ ബൈക്ക് ഓട്ടോ കൺട്രോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ മാഡ് മാക്സ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. നീ അതിനെ എങ്ങനെയെങ്കിലും മാനുവൽ കൺട്രോളിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ അപ്പൂപ്പ. ഓ നോ, ആ കുട്ടികളെ ഞാനിപ്പോ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഇനി ഞാൻ ആ ബൈക്ക് കുട്ടികളുടെ ദേഹത്ത് ഇടിപ്പിക്കാം. അതിനുശേഷം വീറിന്റെ ഗതി അതോ ഗതിയായിരിക്കും. വീറിന്റെ കൂടെ ചേർക്കപ്പെട്ട റോബോ ബോയ് എന്ന പേരും അതോടെ തീർന്നു കിട്ടുന്നതാണ്. ടിംബക്ടോ, നീ ഇത് കണ്ടോ? എന്റെ സ്പെഷ്യൽ ബൈക്ക്. ഇതിന്റെ പേരെന്താണെന്നറിയോ? മാഡ് ബൈക്ക്. ഇതിലെങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്താണുള്ളത് ബോസ്? വീർ ഇതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ വേണ്ട വേണ്ട, ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. എത്ര വർഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എനിക്കൊരു സൈക്കിളെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? പക്ഷെ ആ വീറിന് വേണ്ടി നിങ്ങൾ മോട്ടോർ സൈക്കിൾ റെഡിയാക്കി കൊടുക്കാൻ പോവാണല്ലേ. നിങ്ങൾക്കിപ്പോ പെട്ടെന്ന് എന്താണ് പറ്റിയത് ബോസ്? She's right, boss. She's right. നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? എടാ, ഇത് ചുറ്റിക്കറങ്ങുവാനുള്ള ബൈക്കല്ല, ഇത് അവന്റെ കഥ കഴിക്കുവാനുള്ള ബൈക്കാ. ഇത് നീ വീറിന്റെ വീടിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് വാ. അവൻ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കും. ദാ ഇതുപോലെ രണ്ട് കാലും കയറ്റി വെച്ച് ഇങ്ങനെ. അപ്പോൾ അവന്റെ കാല് ഈ ഫുട് റെസ്റ്റിന്റെ മേൽ കുടുങ്ങിപ്പോകും. അവന് പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ലടാ. അവന്റെ ശരീരവും ഈ സീറ്റിൽ വെച്ചിരിക്കുന്ന മാഗ്നറ്റിൽ ഒട്ടിപ്പോകും. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? അല്ല ബോസ്, ഈ റിമോട്ട് വെച്ച് എന്ത് ചെയ്യാനാ? ആ റിമോട്ട് ഓൺ ചെയ്ത് ഞാനായിരിക്കും ഈ ബൈക്കിനെ കൺട്രോൾ ചെയ്യുക. നമ്മൾ വീഡിയോ ഗെയിം കളിക്കാറില്ലേ? വീറിനെ ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവന്റെ കഥ കഴിക്കുന്നതാണ്. ഐ എം ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. എനിക്ക് ഈ വീഡിയോ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ. എടാ ടിംബക്ടോ, നീ എന്താ ചെയ്യുന്നത്? എടാ നിർത്ത, എടാ റിമോട്ട് നിർത്താൻ. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ ഈ വണ്ടിയിൽ. എടാ നിർത്താനാ പറഞ്ഞ ടിംബക്ടോ. അതെ, പുറകോട്ട് പോണോ? ഈ വണ്ടി എന്താ പുറകോട്ട് പോണത്? എടാ എടാ നിർത്താൻ. ടിംബക്ടോ നിർത്ത്. ആകാശത്തൂടെ ഓടുന്നു. ഓ ടിംബക്ടോ, താഴെ ഇറക്കടാ. ഓ അതേ വീണ്ടും പോകുന്നു.
സിംബക്റ്റോ, നിന്റെ ഗെയിം അവസാനിപ്പിക്കടാ. സിംബക്റ്റോ. വീർ വരൂന്നേ, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, എനിക്ക് എങ്ങോട്ട് വരാനും മൂടില്ല. ഓ ആ പിന്നെ എനിക്കും വിശക്കുന്നുണ്ട്. ഈടാ, മാജിക് ഇല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാജിക് പവർ ഇല്ലെങ്കിലേ നീയും പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇത് തെറ്റാ. മാജിക് പവർ ഇല്ലാതെയും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും.